ഗുഡ് മോർണിംഗ് ഓൾ. നമ്മളിന്ന് ബാങ്കിങ് കമ്പനീസിൻ്റെ ഫൈനൽ അക്കൗണ്ട്സിൻ്റെ അടുത്ത സെഷനിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ സെഷനിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോമാറ്റ് നോക്കി ഇല്ലസ്ട്രേഷൻസ് ചെയ്തു. ഇന്ന് നമ്മൾ ബാലൻസ് ഷീറ്റ് നോക്കുകയാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്തപ്പോൾ നമ്മൾ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 തേർഡ് ഷെഡ്യൂളിൽ ഫോം ബി പ്രകാരമാണ് ചെയ്തത്. ഇത് ബാലൻസ് ഷീറ്റ് തേർഡ് ഷെഡ്യൂൾ തന്നെ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ ഫോം എ പ്രകാരമാണ് നമ്മൾ ചെയ്യുന്നത്. അതിലൊരു ഫോമാറ്റ് തന്നിട്ടുണ്ട്. ഫോം എയിൽ ഒരു ഫോമാറ്റ് തന്നിട്ടുണ്ട്, ഒരു പ്രൊഫോമ തന്നിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്താണ് നമ്മൾ ബാങ്കിങ് കമ്പനീസിൻ്റെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ബാലൻസ് ഷീറ്റ് ഓഫ് ബാങ്കിങ് കമ്പനി ഏതാണെന്ന് വെച്ചാൽ ആ കമ്പനിയുടെ പേര് എഴുതുക. ആസ് ഓൺ ഒരു പെർട്ടിക്കുലർ ഡേറ്റ്. ഏതാ ഡേറ്റ്? 31 മാർച്ച്. ഏത് ഇയറാണെന്ന് വെച്ചാൽ ആ ഇയർ. ബാലൻസ് ഷീറ്റ് 4 കോളമായിട്ട് സെഗ്രിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ പെർട്ടിക്കുലേഴ്സ് കോളം, സെക്കൻഡ് വൺ പ്രോഫിറ്റ് ആൻഡ് ലോസിലെ പോലെ തന്നെ ഷെഡ്യൂൾ നമ്പറാണ്. ഇവിടെയും ഷെഡ്യൂൾസായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് 2 കോളം കറൻറ്റ് ഇയർ, പ്രീവിയസ് ഇയർ. അപ്പോൾ 4 കോളം പെർട്ടിക്കുലേഴ്സ്, ഷെഡ്യൂൾ നമ്പർ, കറൻറ്റ് ഇയർ ആൻഡ് പ്രീവിയസ് ഇയർ. ഇനി ആദ്യത്തെ മേജർ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റീസ് അല്ലെങ്കിൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്. അപ്പോൾ അതിൽ ആദ്യത്തെ സബ് ഹെഡ് വരുന്നത് ക്യാപിറ്റലാണ്. ക്യാപിറ്റലിൻ്റെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെഡ്യൂൾ നമ്പർ 1, റിസർവ്സ് ആൻഡ് സർപ്ലസ് ഷെഡ്യൂൾ നമ്പർ 2, ഡെപ്പോസിറ്റ്സ് ഷെഡ്യൂൾ നമ്പർ 3, ബോറോയിങ്സ് ഷെഡ്യൂൾ നമ്പർ 4, അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻ ഷെഡ്യൂൾ നമ്പർ 5. ഇതാണ് ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റീസിൻ്റെ സൈഡിൽ വരുന്ന ബൈഫക്കേഷൻസ്. അതിൻ്റെ ടോട്ടൽ എടുത്ത് എഴുതുക. ഇനി നമ്മളുടെ മേജർ ഹെഡ് എന്ന് പറയുന്നത് അസറ്റ്സ് ആണ്. അസറ്റ്സിൻ്റെ ആദ്യം വരുന്ന ക്യാഷ് ആൻഡ് ബാലൻസസ് വിത്ത് RBI ഷെഡ്യൂൾ നമ്പർ 6. ഇനി ബാലൻസസ് വിത്ത് ബാങ്ക്സ് ആൻഡ് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് ഷെഡ്യൂൾ നമ്പർ 7. ഇൻവെസ്റ്റ്മെൻറ്റ് ഷെഡ്യൂൾ നമ്പർ 8, അഡ്വാൻസസ് ഷെഡ്യൂൾ നമ്പർ 9, ഫിക്സ്ഡ് അസറ്റ് ഷെഡ്യൂൾ നമ്പർ 10, അതർ അസറ്റ്സ് ഷെഡ്യൂൾ നമ്പർ 11. അതിൻ്റെ ടോട്ടൽ എടുത്ത് എഴുതുക. അവസാനം കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ്, അതായത് ഷെഡ്യൂൾ നമ്പർ 12. അത് ഫുട് നോട്ടായിട്ടാണ്. അത് നമ്മൾ ടാലി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ കമ്പനിയുടെ ബാലൻസ് ഷീറ്റൊക്കെ ചെയ്ത പോലെ തന്നെ കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ് എപ്പോഴും ഫുട് നോട്ടായിട്ട് കൊടുക്കുക. ഷെഡ്യൂൾ നമ്പർ 12 ആണ് ഇവിടെ. അപ്പോൾ ഇതാണ് ബാലൻസ് ഷീറ്റിൻ്റെ ഫോം എ പ്രകാരമുള്ള ഫോമാറ്റ് അല്ലെങ്കിൽ ഒരു പ്രൊഫോമ. നമ്മൾ ഓരോ ഷെഡ്യൂളും നമ്മൾക്ക് നോക്കാം. ആദ്യത്തെ ഷെഡ്യൂൾ ക്യാപിറ്റൽ. അപ്പോൾ അനക്ഷർ 1 ആദ്യം ഷെഡ്യൂൾസ് ഫോമിങ് പാർട്ട് ഓഫ് ബാലൻസ് ഷീറ്റ് എന്ന് എഴുതുക. ഷെഡ്യൂൾ 1 ക്യാപിറ്റൽ 3 ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. പെർട്ടിക്കുലേഴ്സ്, കറൻറ്റ് ഇയർ, പ്രീവിയസ് ഇയർ. ഇവിടെ 3 സെക്ഷൻ തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ഫസ്റ്റ് സെക്ഷൻ, സെക്കൻഡ് സെക്ഷൻ, 3 സെക്ഷനായിട്ടാണ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഷെഡ്യൂൾ സെഗ്രിഗേറ്റ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്കിതിൽ ഏതെങ്കിലും ഒരു സെക്ഷനെ അപ്ലിക്കബിൾ ആവുള്ളൂ. നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ 1. ഇനി ഫോർ ബാങ്ക്സ് ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, അതായത് നോർമലി ഫോറിൻ ബാങ്ക്സ് ആണ്, അതാണെങ്കിൽ സെക്ഷൻ 2. അല്ലാത്ത ബാങ്കുകളെല്ലാം തേർഡ് സെക്ഷൻ. അപ്പോൾ ഏത് ബാങ്കിൻ്റെ ആണോ നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള എടുക്കുക. നാഷണലൈസ്ഡ് ബാങ്ക് ആണെങ്കിൽ ഈ സെക്ഷനിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ മാത്രം ഇവിടെ എടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ ഇത് ടോട്ടലി ഇഗ്നോർ ചെയ്യാം. ഇനി ഫോറിൻ ബാങ്ക്സിൻ്റെ ആണെങ്കിൽ ഇത് മാത്രം എഴുതിയാൽ മതി. ഇതും ഇഗ്നോർ ചെയ്യാം, ഇതും നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്യാം. ഇനി ബാക്കി ഉള്ള ബാങ്കുകളാണെങ്കിൽ ഇത് മാത്രം എഴുതിയാൽ മതി. ആദ്യം പറഞ്ഞേക്കുന്ന 2 കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യാം. അപ്പോൾ ആദ്യം നാഷണലൈസ്ഡ് ബാങ്ക്സ് ആണെങ്കിൽ ക്യാപിറ്റൽ ഫുള്ളി ഓൺഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്. നാഷണലൈസ്ഡ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി ഓൺ ബൈ സെൻട്രൽ ഗവൺമെൻറ് ആണ് അല്ലേ. ക്യാപിറ്റൽ എത്രയാണെന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും. എടുത്തെഴുതുക. കറൻറ്റ് ഇയർ, പ്രീവിയസ് ഇയർ. കറൻറ്റ് ഇയർ 2 ഫിഗറും തന്നിട്ടുണ്ടെങ്കിൽ എടുത്തെഴുതുക, അല്ലാന്നുണ്ടെങ്കിൽ കറൻറ്റ് ഇയറിൻ്റെ മാത്രം എഴുതുക. ഇനി ഫോറിൻ ബാങ്ക്സ്, അതായത് ഫോർ ബാങ്ക്സ് ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ക്യാപിറ്റൽ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എഴുതുക. ദ എമൗണ്ട് ബ്രോട്ട് ഇൻ ബൈ ബാങ്ക്സ് ബൈ വേ ഓഫ് സ്റ്റാർട്ടപ്പ് ക്യാപിറ്റൽ ആസ് പ്രിസ്ക്രൈബ് ബൈ RBI. അത് എടുത്തെഴുതുക. അതായത് RBI ഇത്ര ക്യാപിറ്റൽ കൊണ്ടുവരണം എന്ന് ഫോറിൻ ബാങ്ക്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. അത് എത്രയാണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, നിങ്ങളെടുത്ത് എഴുതുക. കൂടാതെ സെക്കൻഡായിട്ട് എഴുതേണ്ട എമൗണ്ട് ഓഫ് ഡെപ്പോസിറ്റ് കെപ്റ്റ് വിത്ത് RBI അണ്ടർ സെക്ഷൻ 11 സബ്സെക്ഷൻ 2 ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. RBIയുടെ കയ്യിൽ ഡെപ്പോസിറ്റായിട്ട് ഫോറിൻ ബാങ്ക്സ് കീപ്പ് ചെയ്യേണ്ട എമൗണ്ട് എത്രയാണോ അതും നിങ്ങൾ ഇവിടെ എടുത്ത് എഴുതുക. അതിൻ്റെ ടോട്ടൽ എടുത്ത് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് എഴുതുക. ഇനി അതർ ബാങ്ക്സ് ആണെങ്കിൽ എന്താ, നമ്മൾ കമ്പനീസിൻ്റെ ഒക്കെ ചെയ്ത പോലെ അതേഴ്സ് ക്യാപിറ്റൽ, ഇഷ്യൂഡ് ക്യാപിറ്റൽ, സബ്സ്ക്രൈബ് ക്യാപിറ്റൽ, കോൾഡ് അപ്പ്, ലെസ് കോൾസ് അൺപെയ്ഡ്, ആഡ് ഫോർഫീറ്റഡ് ഷെയർസ്. അതിൻ്റെ ടോട്ടൽ എടുത്ത് എഴുതുക. ഇതാണ് അതർ ബാങ്ക്സിൻ്റെ. അപ്പോൾ ആദ്യത്തെ ഷെഡ്യൂൾ 1 എന്ന് പറയുന്നത് ക്യാപിറ്റലാണ്. അതിൻ്റെ പ്രിപ്പറേഷനാണ് ഇങ്ങനെ. ഇനി രണ്ടാമത്തെ ഷെഡ്യൂൾ നമ്പർ 2 റിസർവ്സ് ആൻഡ് സർപ്ലസ്. എല്ലാ ഷെഡ്യൂളുകളും 3 കോളമായിട്ടാണ് സെഗ്രിഗേറ്റ് ചെയ്തേക്കുന്നത്. പെർട്ടിക്കുലേഴ്സ്, കറൻറ്റ് ഇയർ, പ്രീവിയസ് ഇയർ. ആദ്യത്തെ സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സ്. സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സിൽ ഓപ്പണിംഗ് ബാലൻസ് എന്തെങ്കിൽ അത് എഴുതുക. ആ വർഷം എന്തെങ്കിലും സ്റ്റാറ്റ്യൂട്ടറി റിസർവിലോട്ട് ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ അഡീഷൻസിൻ്റെ നേരെ എഴുതുക. ആ വർഷം സ്റ്റാറ്റ്യൂട്ടറി റിസർവിൽ നിന്ന് എന്തെങ്കിലും എമൗണ്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിഡക്ഷൻസിൽ എഴുതുക. നെറ്റ് ഫിഗർ എടുത്ത് ഔട്ട്സൈഡ് കോളത്തിൽ എഴുതുക.
അതുപോലെ തന്നെ ക്യാപിറ്റൽ റിസർവിൻ്റെ ഓപ്പണിംഗ് പ്ലസ് അഡീഷൻ ലെസ് ഡിഡക്ഷൻസ് ഡ്യൂറിങ് ദ ഇയർ, നെറ്റ് ഫിഗർ എടുത്ത് ഔട്ടർ കോളത്തിൽ എഴുതുക. ഷെയർ പ്രീമിയം ഓപ്പണിംഗ് പ്ലസ് അഡീഷൻസ് ലെസ് ഡിഡക്ഷൻ. അതുപോലെ തന്നെ റവന്യൂ ആൻഡ് അതർ റിസർവ്സ് ഓപ്പണിംഗ് പ്ലസ് അഡീഷൻസ് പിന്നെ ലെസ് ഡിഡക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് എഴുതുക. അഞ്ചാമത്തെ ഐറ്റം നിങ്ങൾ P&L ചെയ്തപ്പോൾ ബാലൻസ് ക്യാരി ടു ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തു അല്ലേ, ബാലൻസ് ക്യാരിഡ് ഓവർ ടു ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അതാണ് അഞ്ചാമത്തെ സെക്ഷനായിട്ട് വരിക, ബാലൻസ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതായത് കറൻറ്റ് ഇയർ പ്രോഫിറ്റ് അപ്രോപ്രിയേഷനൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി എത്രയുണ്ടോ അതാണ് നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ടോട്ടൽ ചെയ്യുക, ടോട്ടൽ കോളത്തിൽ എടുത്ത് എഴുതുക. അത് നെറ്റ് ഫിഗർ മെയിൻ ബാലൻസ് ഷീറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. ഷെഡ്യൂൾ നമ്പർ 3 ഡെപ്പോസിറ്റ്സ്. ഡെപ്പോസിറ്റ്സിൽ ആദ്യം ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് ആണ്. അത് വേറെ ഏതെങ്കിലും ബാങ്കുകൾ തന്നിട്ടുണ്ടെങ്കിൽ അത് എഴുതുക. വേറെ അതേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ അത്. ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ് ഡിമാൻഡ് എപ്പോഴാണ് ചെയ്യുന്നത് അപ്പോൾ കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇനി സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ്സ്. സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് എഴുതുക. ടേം ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്കറിംഗ് ഡെപ്പോസിറ്റ്, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്, അതൊക്കെയാണ് ടേം ഡെപ്പോസിറ്റ് എന്ന് പറയുക, അല്ലെങ്കിൽ ടൈം ഡെപ്പോസിറ്റ് എന്നും പറയും. അത് വേറെ ഏതെങ്കിലും ബാങ്കുകളുടെ ടേം ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ അതായത് വേറെ ഏതെങ്കിലും ബാങ്ക് നമ്മളുടെ ബാങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ബാങ്കിൽ ടേം ഡെപ്പോസിറ്റ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെടുത്ത് എഴുതുക. അതേഴ്സ് വേറെ ആരെങ്കിലും ഈ ബാങ്കുകളല്ലാതെ വേറെ ആരെങ്കിലും എന്നുണ്ടെങ്കിൽ അതെടുത്ത് എഴുതുക. ടേം ഡെപ്പോസിറ്റും ഡിമാൻഡ് ഡെപ്പോസിറ്റും സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റും ഒക്കെ ഒരു ബാങ്കിനെ സംബന്ധിച്ച് ലയബിലിറ്റിയാണ് അല്ലേ, അത് തിരിച്ചു കൊടുക്കേണ്ടതാണ്. ഒന്നില്ലെങ്കിൽ മെച്യൂർ ആകുമ്പോൾ അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കസ്റ്റമർ തീരുമാനിക്കണം ഓക്കെ സേവിങ്സ് ബാങ്ക് ക്ലോസ് ചെയ്യാം, SB അക്കൗണ്ട് ക്ലോസ് ചെയ്യാം എന്ന് പറയുമ്പോൾ ലയബിലിറ്റി ആവുകയാണ്. അപ്പോൾ അതെല്ലാം ലയബിലിറ്റിയാണ്. ഇപ്പോൾ ആദ്യം പറഞ്ഞ 3 കാര്യങ്ങളുടെയും ടോട്ടൽ എടുത്ത് എഴുതുക. ഇനി സെക്ഷൻ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ്സ് ഓഫ് ബ്രാഞ്ചസ് ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ അകത്തുള്ള ബ്രാഞ്ചസിൻ്റെ ഡെപ്പോസിറ്റ് എത്രയാണെന്ന് ഇവിടെ ടോട്ടൽ ചെയ്യുക. കൂടാതെ ഡെപ്പോസിറ്റ്സ് ഓഫ് ബ്രാഞ്ചസ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യക്ക് വെളിയിലുള്ള ബ്രാഞ്ചസിൻ്റെ ഡെപ്പോസിറ്റ്സ് എത്രയാണെന്നുള്ള ഇവിടെ എടുത്ത് എഴുതുക. രണ്ടും കൂടി ടോട്ടൽ ചെയ്ത് എഴുതുക. ഈ ടോട്ടലും സെയിം ആയിരിക്കും, ടാലി ആവണം. ഇനി ഷെഡ്യൂൾ 4 ബോറോയിങ്സ്. എന്തെങ്കിലും ബാങ്ക് ബോറോ ചെയ്യുന്ന നമ്മൾ അക്കൗണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ബാങ്കിൻ്റെ എന്തെങ്കിലും ബോറോയിങ്സ് ഉണ്ടെങ്കിൽ അതാണ് ഇവിടെ ചെയ്യുന്നത്. ആദ്യത്തെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോറോയിങ്സ് ഇൻ ഇന്ത്യ, ഇന്ത്യയുടെ അകത്ത് എന്തെങ്കിലും ബോറോയിങ്സ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിന്ന് എന്തെങ്കിലും ബോറോയിങ്സ് ഉണ്ടെങ്കിൽ അത് എഴുതുക. വേറെ ഏതെങ്കിലും ബാങ്ക്സിൻ്റെ ബോറോയിങ്സ് ഉണ്ടെങ്കിൽ അതെടുത്ത് എഴുതുക, അതർ ബാങ്ക്സ്. പിന്നെ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഏജൻസീസ്, വേറെ ഏതെങ്കിലും ഏജൻസിയുടെ കയ്യിൽ നിന്നോ വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കയ്യിൽ നിന്നോ ബോറോയിങ്സ് ഉണ്ടെങ്കിൽ അതും എടുത്ത് എഴുതുക. ഇനി ബോറോയിങ്സ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യക്ക് വെളിയിൽ എന്തെങ്കിലും ബോറോയിങ്സ് ഉണ്ടെങ്കിൽ അതാണ് സെക്കൻഡ് സെക്ഷൻ, അത് എടുത്ത് എഴുതുക. രണ്ടും കൂടി ടോട്ടൽ ചെയ്യുക. ഫുട് നോട്ടായിട്ട് സെക്യൂർഡ് ബോറോയിങ്സ്, ഈ രണ്ടും കാര്യത്തിൽ സെക്ഷൻ 1 സെക്ഷൻ 2 സെക്യൂർഡ് ആയിട്ട് എന്തെങ്കിലും ബോറോയിങ്സ് ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും സെക്യൂരിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്താണ് ആ എമൗണ്ട് എടുത്ത് എഴുതുക. ഇനി ഷെഡ്യൂൾ നമ്പർ 5. ഷെഡ്യൂൾ നമ്പർ 5 അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ്. വേറെ മുകളിൽ പറഞ്ഞേക്കുന്ന ലയബിലിറ്റീസും പ്രൊവിഷൻസും മുകളിൽ പറഞ്ഞേക്കുന്ന ലയബിലിറ്റീസ് അല്ലാതെ വേറെ ഏതെങ്കിലും ലയബിലിറ്റീസും പ്രൊവിഷൻസുമാണ് ഇവിടെ റെക്കോർഡ് ചെയ്യേണ്ടത്. എന്തൊക്കെയാണ്? ബിൽസ് പേയബിൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, ഇൻ്റർ ഓഫീസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്, അതായത് ഒരു ബാങ്കിൻ്റെ 2 ബ്രാഞ്ച് അല്ലെങ്കിൽ 2 ഓഫീസുകൾ തമ്മിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ നെറ്റ് ഫിഗർ എടുത്ത് എഴുതുക. ഇൻട്രസ്റ്റ് അക്രൂഡ്, എന്തെങ്കിലും ഇൻട്രസ്റ്റ് അക്രൂ ചെയ്തിട്ട് കൊടുക്കാനുണ്ടെങ്കിൽ അത് ഇവിടെ എടുത്ത് എഴുതുക. അതേഴ്സ്, അതായത് പ്രൊവിഷൻ ഫോർ ടാക്സേഷനോ വേറെ എന്തെങ്കിലും പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ അത് ഇവിടെ അക്കൗണ്ട് ചെയ്യാം. ഇതിൻ്റെ എല്ലാം കൂടി ടോട്ടൽ എടുത്ത് മെയിൻ ഹെഡിങ്ങിൽ കാണിക്കാം. ഷെഡ്യൂൾ നമ്പർ 6 അസറ്റ് സൈഡിൻ്റെ ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഷെഡ്യൂൾ നമ്പർ 6 ക്യാഷ് ആൻഡ് ബാലൻസസ് വിത്ത് RBI. ആദ്യം ക്യാഷ് ഇൻ ഹാൻഡ്, ബാങ്കിൻ്റെ കയ്യിൽ ഉള്ള ക്യാഷ് ഇൻക്ലൂഡിങ് ഫോറിൻ കറൻസി നോട്ടാണ് അക്കൗണ്ട് ചെയ്യേണ്ടത് ഇവിടെ, കറൻറ്റ് ഇയറും പ്രീവിയസ് ഇയറും. ഇനി ബാലൻസസ് വിത്ത് RBIയുടെ കയ്യിൽ എന്തെങ്കിലും ഡെപ്പോസിറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇൻ കറൻറ്റ് അക്കൗണ്ട്സ് സെഗ്രിഗേറ്റ് ചെയ്ത് കാണിക്കണം. വേറെ ഏതെങ്കിലും അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതും സെഗ്രിഗേറ്റ് ചെയ്ത് കാണിക്കണം. കറൻറ്റ് അക്കൗണ്ടും വേറെ പല അക്കൗണ്ടുകളും തമ്മിൽ ഒരു സെഗ്രിഗേഷൻ വേണം. അതിൻ്റെ ടോട്ടൽ സെക്ഷൻ 1 സെക്ഷൻ 2 അതിൻ്റെ ടോട്ടൽ എടുത്ത് ഔട്ടർ കോളത്തിൽ എടുത്ത് എഴുതുക. എന്നിട്ട് മെയിൻ ഹെഡിങ്ങിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. ഷെഡ്യൂൾ 7 ബാലൻസസ് വിത്ത് ബാങ്ക്സ് ആൻഡ് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്. ആദ്യത്തെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ബാലൻസസ് വിത്ത് ബാങ്ക്, ഇന്ത്യയിലുള്ള ബാങ്കുകളിൽ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ, അതായത് കറൻറ്റ് അക്കൗണ്ടിലോ വേറെ ഏതെങ്കിലും ഡെപ്പോസിറ്റ് അക്കൗണ്ടിലോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ബാങ്കിന് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ അതെടുത്ത് എഴുതുക. പിന്നെ മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്. മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരിൽ തന്നെയുണ്ട്,
ഷോർട്ട് നോട്ടീസ് കോൾ ഡിമാൻഡ് ചെയ്യുമ്പോൾ തന്നെ തിരിച്ചു കിട്ടേണ്ട എമൗണ്ടാണ് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളുടെ ബാങ്ക്, നമ്മൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ബാങ്ക് വേറെ ഏതെങ്കിലും ബാങ്കിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനോ പൈസ അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ഷോർട്ട് നോട്ടീസിൽ തിരിച്ചു തരണം. പ്രിഫറബിളി മോസ്റ്റ് പ്രോബബ്ലി വിത്തിൻ 24 hours ആണ്. അല്ലെങ്കിൽ ഷോർട്ട് നോട്ടീസ് ഒരു ചെറിയ ഡ്യൂറേഷനിൽ തിരിച്ചു തരേണ്ട എന്തെങ്കിലും അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് ഇവിടെ കാണിക്കേണ്ടത്. അത് ബാങ്ക്സിന് കൊടുത്തേക്കുന്ന വേറെ, അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൊടുത്തേക്കുന്ന വേറെ ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്ത് വേണം കാണിക്കാൻ. അതിൻ്റെ ടോട്ടൽ എടുത്ത് എഴുതുക. ഇത് ഇന്ത്യയിലുള്ളതിൻ്റെയാണ് ഞാൻ പറഞ്ഞത്. ഇനി സെക്കൻഡ് സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സൈഡ് ഇന്ത്യയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇവിടെയാണ് ഇൻ കറൻറ്റ് അക്കൗണ്ട്, ഇൻ അതർ ഡെപ്പോസിറ്റ് അക്കൗണ്ട്, പിന്നെ മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്. ഇത് ഇൻ ഇന്ത്യ. സെക്കൻഡ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സൈഡ് ഇന്ത്യ, അത് കാണിക്കുക, അതിൻ്റെയും ടോട്ടൽ ചെയ്യുക. അവസാനം ഗ്രാൻഡ് ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയും കൂടി ടോട്ടൽ എടുത്ത് ഇവിടെ കാണിക്കുക. അത് മെയിൻ ഹെഡിങ്ങിലോട്ട് അല്ലെങ്കിൽ മെയിൻ ബാലൻസ് ഷീറ്റിലോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യുക. ഷെഡ്യൂൾ നമ്പർ 8 ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഇവിടെയും ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ ഇന്ത്യ, ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഔട്ട്സൈഡ് ഇന്ത്യ ആയിട്ടാണ് സെഗ്രിഗേറ്റ് ചെയ്തേക്കുന്നത്. എന്തിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ്? ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, പിന്നെ അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിൽ അത്, ഷെയർസ്, ഡിബഞ്ചേഴ്സ് ആൻഡ് ബോണ്ട്സ്, സബ്സിഡിയറീസ് ഓർ ജോയിൻറ്റ് വെഞ്ചേഴ്സിലാണെങ്കിൽ അത്, പിന്നെ അതേഴ്സ് ആണെങ്കിൽ സ്പെസിഫൈ ചെയ്യണം എന്തിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയേക്കുന്നത്. അതായത് ഇത്രയും കാര്യങ്ങളിൽ പെടാത്ത എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് അതേഴ്സിൽ കാണിക്കണം, അത് സ്പെസിഫൈ ചെയ്യണം എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് സ്പെസിഫൈ ചെയ്യണം. അതിൻ്റെ ടോട്ടൽ എടുത്ത് എഴുതുക. ഇനി അടുത്ത ഔട്ട്സൈഡ് ഇന്ത്യയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് സെയിം തന്നെ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, സബ്സിഡിയറീസോ ജോയിൻറ്റ് വെഞ്ചേഴ്സിലോ ഉണ്ടെങ്കിൽ അത്, ഇതിൽ രണ്ടിലും പെടാത്ത എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതേഴ്സിൽ കാണിക്കുക, സ്പെസിഫൈ ചെയ്യുക. അതിൻ്റെയും ടോട്ടൽ എടുത്ത് എഴുതുക. ഇനി ഗ്രാൻഡ് ടോട്ടൽ എന്ന് പറയുന്നത് ഫസ്റ്റ് സെക്ഷൻ ആൻഡ് സെക്കൻഡ് സെക്ഷൻ, അതിൻ്റെ രണ്ടിൻ്റെയും കൂടി ടോട്ടൽ ചെയ്യുക, ടോട്ടൽ എടുത്ത് എഴുതുക, അത് ട്രാൻസ്ഫർ ചെയ്യുക അങ്ങോട്ട് മെയിൻ ബാലൻസ് ഷീറ്റിലോട്ട്. ഇനി ഷെഡ്യൂൾ നമ്പർ 9 അഡ്വാൻസസിൽ എന്തൊക്കെയാണ് വരിക? ആദ്യം ഇവിടെ 3 സെക്ഷനായിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. സെക്ഷൻ A, B ആൻഡ് C. ഇതിൽ ആദ്യത്തെ സെക്ഷൻ ബിൽസ് പർച്ചേസ്ഡ് ആൻഡ് ഡിസ്കൗണ്ടഡ്. അതിൻ്റെ കീഴിൽ ക്യാഷ് ക്രെഡിറ്റ്സ്, ഓവർ ഡ്രാഫ്റ്റ്, ലോൺസ്, റീപേബിൾ ഓൺ ഡിമാൻഡ്. അതായത് ബിൽസ് പർച്ചേസ്ഡ് ആൻഡ് ഡിസ്കൗണ്ടഡ്, അത് കഴിഞ്ഞാൽ ക്യാഷ് ക്രെഡിറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, ഓവർ ഡ്രാഫ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, ലോൺസ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്, പിന്നെ ടേം ലോൺസ്. ഇതാണ് ആദ്യത്തെ സെക്ഷനിൽ കാണിക്കേണ്ടത്. അതിൻ്റെ ടോട്ടൽ എടുത്ത് എഴുതുക. രണ്ടാമത്തെ സെക്യൂർഡ് ബൈ ടാഞ്ചിബിൾ അസറ്റ്സ്. എന്തെങ്കിലും ടാഞ്ചിബിൾ അസറ്റ്സ് കൊണ്ട് സെക്യൂർ ചെയ്ത അഡ്വാൻസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കവേർഡ് ബൈ ബാങ്ക് ഓർ ഗവൺമെൻറ് ഗ്യാരണ്ടി. വേറെ ഏതെങ്കിലും ബാങ്കിൻ്റെ ഗ്യാരണ്ടി അല്ലെങ്കിൽ ഗവൺമെൻറ് ഗ്യാരണ്ടി കൊണ്ടോ അഡ്വാൻസ് ചെയ്തേക്കുന്നതാണെങ്കിൽ അത് കാണിക്കുക. അൺസെക്യൂർഡ് പോർഷനുള്ള ലോണുകൾ അല്ലെങ്കിൽ അഡ്വാൻസസ് സെഗ്രിഗേറ്റ് ചെയ്ത് കാണിക്കുക. അതിൻ്റെ ടോട്ടൽ കൂടി എടുത്ത് എഴുതുക. ഇനി സെക്ഷൻ C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസസ് ഇൻ ഇന്ത്യ. ഇതിൽ തന്നെ അഡ്വാൻസസ് ഇൻ ഇന്ത്യയിലുള്ള, അത് ഇന്ത്യയുടെ അകത്ത് കൊടുത്തേക്കുന്ന അഡ്വാൻസസ് എടുത്ത് എഴുതുക. അത് പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് ആണെങ്കിൽ അത്, പബ്ലിക് സെക്ടറിന് കൊടുത്തേക്കുന്നത്, വേറെ ബാങ്കിന് കൊടുത്തേക്കുന്നത്, ഇത് 3ലും പെടാത്ത കാര്യങ്ങൾ അതേഴ്സിൽ കാണിക്കുക. അതിൻ്റെ എല്ലാം കൂടി ടോട്ടൽ എടുക്കുക. ഇനി അഡ്വാൻസസ് ഔട്ട്സൈഡ് ഇന്ത്യ, വേറെ ബാങ്കുകളിൽ നിന്ന് കിട്ടാനുള്ളത്, വേറെ പാർട്ടീസിൻ്റെ നിന്ന് കിട്ടാനുള്ളത്, കൂടാതെ ബിൽസ് പർച്ചേസ്ഡ് ആൻഡ് ഡിസ്കൗണ്ടഡ്, സിൻഡിക്കേറ്റഡ് ലോൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, ഇതിലൊന്നും പെടാത്ത കാര്യങ്ങൾ അതേഴ്സിൽ കാണിക്കുക, സ്പെസിഫൈ ചെയ്യുക. അതിൻ്റെ ടോട്ടൽ ഗ്രാൻഡ് ടോട്ടൽ സിയുടെ 1ഉം 2ഉം തമ്മിൽ ടോട്ടൽ ചെയ്തെടുക്കുക. ഈ ഗ്രാൻഡ് ടോട്ടലും ഈ ടോട്ടലും സെയിം ആയിരിക്കും, സെയിം ആവണം. ഈ ഷെഡ്യൂൾ നമ്പർ 10 എന്ന് പറയുന്നത് ഫിക്സ്ഡ് അസറ്റ്സ് ആണ്. ഇവിടെ 2 കാണിച്ചിട്ടുള്ളൂ, പ്രമൈസസും അതർ ഫിക്സ്ഡ് അസറ്റും. നിങ്ങളുടെ ബാങ്കിൻ്റെ അക്കൗണ്ട് ചെയ്യുമ്പോൾ എത്ര ഫിക്സ്ഡ് അസറ്റ് കാണിച്ചിട്ടുണ്ടോ അതിന് ഓരോന്നിനും ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണം. ഇവിടെ പ്രമൈസസ് ചെയ്തപ്പോൾ കോസ്റ്റ്, അതായത് ഓപ്പണിംഗ് ബാലൻസ് പ്ലസ് അഡീഷൻസ് ഡ്യൂറിങ് ദ ഇയർ, ഡിസ്പോസൽസ് ഡ്യൂറിങ് ദ ഇയർ, ഡിപ്രീസിയേഷൻ ടു ഡേറ്റ്. അതായത് ഓപ്പണിംഗ് ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണിക്കുക, അല്ലെങ്കിൽ ആ വർഷം അഡീഷൻ ആണെങ്കിൽ അത് കാണിക്കുക. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് പ്ലസ് അഡീഷൻ ലെസ് ഡിഡക്ഷൻ ലെസ് ഡിപ്രീസിയേഷൻ, നെറ്റ് ഫിഗർ എഴുതുക, ഔട്ടർ കോളത്തിൽ എഴുതുക. അതുപോലെ തന്നെ അതർ ഫിക്സ്ഡ് അസറ്റ് ഇൻക്ലൂഡിങ് ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ്. നിങ്ങൾക്ക് എത്ര ഫിക്സ്ഡ് അസറ്റ് ഉണ്ടോ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഇതുപോലെ കാണിക്കുക. ഓപ്പണിംഗ് ബാലൻസ് പ്ലസ് അഡീഷൻസ് ലെസ് ഡിഡക്ഷൻസ് ലെസ് ഡിപ്രീസിയേഷൻ, ടോട്ടൽ എടുത്തെഴുതുക. അത് മെയിൻ ബാലൻസ് ഷീറ്റിലോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യുക. ഇനി അതർ അസറ്റ്സ്, ഇപ്പോൾ മുകളിൽ പറഞ്ഞേക്കുന്ന അസറ്റ്സിലൊന്നും പെടാത്ത കാര്യങ്ങളെല്ലാം ഇവിടെ വരിക. അതർ അസറ്റ്സ് എന്ന് പറയുന്ന ഷെഡ്യൂളിലാണ് വരിക. അത് ഇൻ്റർ ഓഫീസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാവും. ഇത് തന്നെ ലയബിലിറ്റി സൈഡിലുണ്ട്. ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ നമ്മൾ അതർ അസറ്റ്സിൽ എടുക്കും.
ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ നമ്മൾ ലയബിലിറ്റി സൈഡിൽ എടുക്കും. ഇവിടെ ഡെബിറ്റ് ബാലൻസ് ഉള്ള അതർ അസറ്റ്സിൽ കാണിക്കണം. ഇൻട്രസ്റ്റ് അക്രൂഡ് നമ്മൾക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അത് നമ്മുടെ ബാങ്ക്, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ബാങ്കിന് എന്തെങ്കിലും ഇൻട്രസ്റ്റ് കിട്ടാനുണ്ടെങ്കിൽ അത് ഇവിടെ കാണിക്കാം. അഡ്വാൻസ് ടാക്സ് അല്ലെങ്കിൽ ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സൊക്കെ അതർ അസറ്റ്സിൽ കാണിക്കുക. സ്റ്റേഷനറി ആൻഡ് സ്റ്റാമ്പ്സ്, പെൻ, പെൻസിൽ, അതുപോലെ സ്റ്റേഷനറി ഐറ്റംസ്, പിന്നെ സ്റ്റാമ്പ് പേപ്പേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ബാലൻസ് ഇവിടെ അതർ അസറ്റ്സിൽ കാണിക്കുക. നോൺ ബാങ്കിങ് അസറ്റ്സ് അക്വയർഡ് ഇൻ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ക്ലെയിംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളിവിടെ കാണിക്കുക. ഈ പറഞ്ഞേക്കുന്ന 5 കാര്യങ്ങളിലും പെടാത്ത കാര്യങ്ങൾ അതേഴ്സ് എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കുക. ഓക്കെ, ഇനി ലാസ്റ്റ് ഷെഡ്യൂൾ നമ്പർ 12 കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ്. ഇത് നമ്മൾ മെയിൻ ബാലൻസ് ഷീറ്റിൽ ഫുട് നോട്ടായിട്ട് കാണിക്കേണ്ടതാണ്. ഇത് നമ്മൾ ആഡ് ചെയ്ത് ടാലി ആക്കേണ്ട കാര്യമില്ല. ഇതിന് മുന്നേ പറഞ്ഞ ഷെഡ്യൂൾ, അതായത് ഷെഡ്യൂൾ നമ്പർ 11 വരെയുള്ള കാര്യങ്ങൾ ടാലി ആവണം അല്ലേ. ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റീസ് പ്ലസ് അസറ്റ് ഷുഡ് ബി ഈക്വൽ, അത് ടാലി ആവണം. ഇത് നമ്മൾ ഫുട് നോട്ടായിട്ട് കാണിക്കുന്നത്. കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ, അതൊരു സർട്ടൻ ഇവൻറ്റിൻ്റെ ഹാപ്പനിങ് ഓർ നോൺ ഹാപ്പനിങ് കൊണ്ട് ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടാം. അതിനെയാണ് നമ്മൾ കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ് എന്ന് പറയുക അല്ലേ. ഇവിടെ എക്സാമ്പിൾ ക്ലെയിംസ് അഗൈൻസ്റ്റ് ബാങ്ക് നോട്ട് അക്നോളജ്ഡ് ആസ് ലയബിലിറ്റി ഡെറ്റ്സ്. അതായത് എന്തെങ്കിലും ക്ലെയിം ഉണ്ട് പക്ഷേ ലയബിലിറ്റി ആവുമോ എന്ന് ഉറപ്പില്ല. മിക്കവാറും ആവാം, ചിലപ്പോൾ ആവാതിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ആ ഫിഗർ എത്രയാണോ അതെടുത്ത് എഴുതുക. ലയബിലിറ്റി ഫോർ പാർഷ്യൽ പെയ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് അത് എഴുതുക. ലയബിലിറ്റി ഓൺ അക്കൗണ്ട് ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഫോർവേഡ് എക്സ്ചേഞ്ച് കോൺട്രാക്ട്സ്, ഗ്യാരണ്ടി ഗിവൺ, acceptances, other items for which bank is contingently liable. ഈ ക്വസ്റ്റ്യനിൽ എന്താണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് ഫുട് നോട്ടായിട്ട് എഴുതുക. അതായത് കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ് ഫുട് നോട്ടായിട്ട് കൊടുക്കുക. അതായത് ഇത് ആക്ച്വൽ ലയബിലിറ്റി ആയിട്ടില്ല, പക്ഷേ വേണമെങ്കിൽ ആവാം, വേണമെങ്കിൽ ആവാതിരിക്കാം. അപ്പോൾ അത് ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഓണേഴ്സ് അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഇൻഫോം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മളിവിടെ ഫുട് നോട്ടായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഷെഡ്യൂൾ 12 കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ് ഫുട് നോട്ടായിട്ട് കാണിക്കുക. ഇതാണ് ബാങ്കിങ് കമ്പനീസിൻ്റെ ബാലൻസ് ഷീറ്റ് ആസ് പെർ ഫോം എ ഓഫ് 3rd ഷെഡ്യൂൾ ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. ഇത് നിങ്ങൾ നോക്കുക. ഒരു 2-3 പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ ഇത് ബൈ ഹാർട്ട് ആവും. ഇത്ര വലിയ കാര്യങ്ങൾ എങ്ങനെ ഓർത്തിരിക്കുന്നു എന്ന് നിങ്ങൾ ആലോചിക്കേണ്ട. ഒരു 3 പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഓർമ്മയിരിക്കും. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.